ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു പയ്യാമ്പലം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർക്കാരുടെ മെയിൻ കേന്ദ്രമായ പയ്യാമ്പലത്തേക്കാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ കിഡ്സ് ബേലാണ്, അതായത് മക്കളെ കൂട്ടിയിട്ട് പോകാൻ പറ്റിയ അടിപൊളി ഏരിയ ആണ്. അപ്പോൾ രാത്രിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു എന്താ പറയുക, കയറാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു ടിക്കറ്റ് വേണമല്ലോ. അവിടെ അതൊക്കെ മുറിച്ചു. അപ്പോൾ ഞങ്ങളുടെ കൂടെ മീൻസ് ഞാൻ, അമ്മായി അമ്മ, അത് ഏട്ടത്തേമ്മ, പിന്നെ ഹസ്ബൻഡിൻ്റെ നേരെ കസിന്. ഹസ്ബൻഡ് എവിടെയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കിഡ്സ് ബേയിൽ ഹസ്ബൻഡിൻ്റെ എന്താ കാര്യമല്ലേ? ഞാനും മോനും പിന്നെ അവർ, അതായത് ഹസ്ബൻഡിൻ്റെ കസിൻ്റെ കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കാണല്ലോ കിഡ്സ് ബേ ഇമ്പോർട്ടൻ്റ്, ഞങ്ങൾക്കല്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ കയറുമ്പം അപ്പുറം എന്താ പറയുക, നമുക്ക് ഇവിടെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്രിക്കറ്റ് കളിക്കാനും. അപ്പോൾ അവിടേക്കാണ് അവർ പോയതും. അപ്പോൾ നമ്മൾ ഇപ്പുറത്തേക്ക് വന്നു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം അച്ഛനും അമ്മയായിട്ടുള്ളൊരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് സിമ്പിളായിട്ടുള്ളൊരു പാർക്ക് പോയത്. ഞാൻ വലിയൊരു പാർക്കിലേക്ക് അവനെ കൊണ്ടുപോകും. വലിയ പാർക്കൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയൊരു കിഡ്സ് ബേ ആണിത്. അപ്പം അടിപൊളി ചില്ലാണ് കേട്ടോ, നല്ല സന്തോഷത്തിലാണ്. അവനെ എല്ലാ രീതിയിലും എങ്ങനെ ഞാൻ ഹാപ്പി ആക്കാൻ പറ്റുമോ അതുപോലെയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്കറിയില്ല, അവൻ്റെ സന്തോഷമാണ് ഇപ്പം എൻ്റെ സന്തോഷം. അപ്പോൾ ഇങ്ങനെയൊക്കെ കയറാനായോന്ന് വെച്ചാൽ ഇല്ല, ഞാൻ അവനെ ട്രൈ ചെയ്യുന്ന ഒന്നിൽ പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല. എല്ലാത്തിലും അവനെ ഞാൻ ആക്കിയേന്. അപ്പോൾ സാധാരണ കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒരു സംഭവത്തിലേക്ക് അവൻ നല്ലോണം പേടിച്ചിന്. അതായത് നമ്മൾ പിടിച്ചിട്ടാണ് ഇരുന്നത്, പക്ഷെ ഇന്ന് ആൾ ഒറ്റക്കാണ് ഇരുന്നത്. നല്ല രീതിയിൽ നല്ല മാറ്റമുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നല്ല കുറേ കുട്ടികളൊക്കെ ഉണ്ട്, അവിടെ ആരും ഉണ്ടായിട്ടില്ലല്ലോ. ആൾ നല്ല ഹാപ്പിയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഉറക്കിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. കാരണം ഉച്ചക്ക് ഞാൻ ഉറക്കിയിട്ടില്ല, ആ ഒരു പ്രശ്നം മുഖത്ത് എന്തായാലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ പയ്യാമ്പലം കിഡ്സ് ബേ ഒരിക്കലും മറക്കണ്ട, അടിപൊളിയാണ്. കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സംഭവമാണ്. അതായത് നമുക്കൊന്നും എൻ്റർടൈൻമെൻ്റ് ഇല്ലേ, നമ്മൾ അവരെ സന്തോഷമാണല്ലോ നോക്കേണ്ടത്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കുട്ടികളെയും കൂട്ടിയിട്ട് വരിക, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. നമുക്ക് എന്താ പറയുക, നമുക്ക് കുറച്ച് സൈഡൊക്കെ ആയിട്ട് ചെറിയ ഒരു ഇതെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ഫുൾ ടൈം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്, അതുകൊണ്ട് തന്നെ ഒരിക്കലും ബോറടിക്കാനോ ഒന്നും പോകുന്നില്ല. അപ്പുറം കടലുണ്ട്, പിന്നെ ഇപ്പുറം നമ്മുടെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു പേടിയും വേണ്ട, അടിപൊളിയാണ് ഗൈസ്. അതായത് മക്കളെ കൂട്ടിയിട്ട് വരാൻ പറ്റിയൊരു അടിപൊളി പാർക്കും. പിന്നെ നമ്മൾ കൂടി കുറച്ച് ഇതിൽ ചില്ലായിന് കേട്ടോ. അതായത് മക്കൾക്ക് കയറേണ്ട സ്ഥലത്ത് നമ്മൾ കയറിയിട്ട് ഇരുന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. ഇതൊക്കെയാണ് വീഡിയോസ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കേണ്ടത് ഇപ്പോൾ സാവിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. അതായത് അവൻ ചെറുതത്രയല്ലേ, അപ്പോൾ അവൻ്റെയും കാട്ടി കുറച്ച് വലുതായ ആൾക്കാർ, അതായത് കുട്ടികൾ ഇരിക്കുന്ന സ്ഥലമാണ്. അവനെ കൂട്ടിയിട്ട് എനിക്ക് എന്താ പറയുക, ഇതിലിരിക്കാൻ അവൻ ഒറ്റയ്ക്ക് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഇരുന്നതാണ്. അപ്പോൾ ഇത് കിഡ്സ് ബേ ആണ്, എന്നെ കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. പിന്നെ ഈ ഒരു സംഭവം എല്ലാവർക്കും ചെയ്യാം. ഞാൻ അവിടെ സ്പെഷ്യൽ ടിക്കറ്റ് കൊടുത്തിട്ട് ചെയ്തതാണ്. പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ ഹൈറ്റൊന്നും ഇല്ല, പക്ഷേ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഹൈറ്റിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നല്ല ധൈര്യത്തിലാണ് കൈകൊണ്ടൊക്കെ കാണിക്കുന്നത്. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷെ എന്താ പറയുക, ഇതൊക്കെ നമ്മളൊരു പ്രൊട്ടക്ഷൻ ഇല്ലാണ്ട് ഇതൊന്നും ചെയ്യില്ലല്ലോ. പിന്നെ കിഡ്സ് ബേ എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇതിലെന്ന് ചോദിച്ചാൽ ഇതിൽ നമുക്ക് കയറാട്ടോ. ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്തത് കസിൻ്റെ, അതായത് ഹസ്ബൻഡിൻ്റെ കസിൻ്റെ മൂക്ക് കയറാനായിരുന്നു. പിന്നെ അതിൽ കയറിയിട്ടില്ല. പിന്നെ ഈ ടിക്കറ്റ് ഒരിക്കലും വേസ്റ്റ് ആകാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാൻ എന്നിട്ട് കയറിയതാണ്. അടിപൊളിയായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടി ഹൈറ്റ് വേണമായിരുന്നു എനിക്ക് തോന്നി. പേടിക്കാനൊന്നുമില്ല, സൈക്കിൾ ചവിട്ടുന്ന പോലെ അങ്ങനെ ചവിട്ടി. കിഡ്സ് ബേയിൽ വന്നിട്ട് അങ്ങനെ ഒരു കാര്യം നടന്നു. അതായത് ഇതുവരെ ഞാൻ ഇങ്ങനത്തേലൊന്നും കയറിയിട്ടില്ല. എനിക്ക് കുറച്ച് ട്രിപ്പൊക്കെ പോയിട്ട് ഇതുപോലത്തെ സംഭവത്തിലെല്ലാം കയറണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ പോകെ അങ്ങനത്തെ വ്ളോഗൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലേ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഞാൻ നല്ല രീതിയിൽ അവരോട് ഇത് വീണിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാട്ടോ കയറിയത്. അപ്പോൾ അത്രക്കും നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ തന്നെ വന്നിട്ട് ആടി. കാരണം സാവി നല്ലോണം ഈ ഒരു സംഭവം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പിള്ളേർ ഈ കിഡ്സ് ബേയിൽ വന്നിട്ട് നമ്മളാകെ എന്താ പറയുക, കിഡ് പോലെ ആയി ഗൈസ്. കാരണം എന്ന് വെച്ചാൽ അപ്പുറം ഹസ്ബൻഡും, അതായത് കസിൻ്റെ ഹസ്ബൻഡും അതായത് ഏട്ടത്തിയമ്മൻ്റെ ഹസ്ബൻഡെല്ലാം അവർ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. അവർക്ക് ആ ഒരു ടൈമിനുള്ളിൽ വരും. അപ്പോൾ അതുവരെ നമുക്കിവിടെ ചില്ലാകാനുള്ള ടൈമുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കുട്ടിത്തമുള്ള ഒരു വ്ളോഗാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ ചെയ്ത് കുറച്ച് കിഡ്സ് സെക്ഷനെല്ലാം കഴിഞ്ഞു. പിന്നെ ഇവിടെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്
ഇതും അടിപൊളിയാട്ടോ. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്, അതായത് ഡ്രോയിങ് ഇഷ്ടമുള്ളവർക്ക്, അതായത് ഇവിടെ ഒരു ഔട്ട്ലെറ്റ് അവർ തരും, നമുക്ക് അതിനകത്തായിട്ട് ഇങ്ങനെ പെയിൻറ് ചെയ്യില്ലേ, അത് സംഭവമാട്ടോ. ഇത് ഹസ്ബൻഡിൻ്റെ കസിൻ്റെ മോള് ചെയ്യുന്നതാണ്. അപ്പോൾ അടിപൊളിയായിന് കേട്ടോ അവൾ ചെയ്തിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ആ ഒരു സൂട്ട് കളർ അവൾ ആ ഒരു എന്താ പറയുക കാർട്ടൂണിൽ അവൾ ഓർത്ത് വെച്ച് ചെയ്യുന്നുണ്ടോ. ബാക്കിയുള്ള മക്കളെല്ലാം അടിപൊളിയായിരുന്നു, പക്ഷേ എക്സ്ട്രാ അടിപൊളിയായത് ഈ ഒരു പിക്കാണ്. ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. അവൾക്കും അത് ഭയങ്കര ഇഷ്ടമായിന് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് മക്കളെ ഒന്ന് ചെയ്യുന്നത്, അല്ലെങ്കിൽ മക്കൾക്ക് ഒരു സന്തോഷം കൊടുക്കുന്നത് അടിപൊളിയായിരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറപ്പെട്ടു. കാരണം ആ ക്രിക്കറ്റ് അവരെ കളിയൊക്കെ ഏകദേശം അവസാനിച്ചു. ഇനി നമ്മൾക്ക് ആ ഒരു ടൈമായി, വീട്ടിൽ പോകാനുള്ള ടൈമായി കേട്ടോ. എന്തായാലും സാവി ഹാപ്പി ആയിരുന്നു, നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്തു. പിന്നെ കുറച്ച് നല്ല രീതിയിൽ ഉറക്കവന് വരുന്നുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഇത്രയും പേരാട്ടോ പോയത്. അത് ഏട്ടത്തമ്മയും ഹസീനും കസിൻ്റെ മോള്, അമ്മായിയമ്മ, പിന്നെ ഞാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ പോയി, കാറ് വന്നു. അതായത് ഇവർ ചെന്നൈയിലാണ്. അവർ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പയ്യാമ്പലത്തേക്കൊക്കെ കറങ്ങാൻ പോയതാണ് കേട്ടോ ഈ നൈറ്റ്. പിന്നെ അവരൊന്ന് ചില്ലാകാൻ വേണ്ടിയിട്ട് അവരപ്പുറം ക്രിക്കറ്റ് കളിക്കാനും പോയി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങി ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി ഒരു വ്ളോഗായിട്ട് വരെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.